ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക്ടോക്ക് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തമ്മിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് ഫണ്ണി പ്ലേസ് നെയിംസ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ ഈ പ്ലേസ് നെയിംസ് റിയാക്ട് ചെയ്യാൻ കാരണം കഴിഞ്ഞതോ അതിന് മുന്നത്തേതായിട്ടുള്ള ഉബൈദ് ഇബ്രാഹിമിന്റെ ട്രോള് അത് കണ്ടിട്ടാണ്. അതിൽ ഒരു സ്ഥലത്തിന്റെ പേര് കാസർഗോഡിനടുത്തുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു, പോട. ആ സ്ഥലത്തിന്റെ റിയാക്ടിങ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഇനി ബിജമിട്ട് അടുക്കടുക്കട് പോലെ. അപ്പോൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെറിയൊരു ചാനൽ പരിചയപ്പെടുത്തുക. സാബിക് സുലൈമാൻ എന്നാണ് ചാനലിന്റെ പേര്. അവൻ തന്നെയാണ് ചാനൽ നടത്തുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു ക്ലയന്റ് ആണ് സാബിക് സുലൈമാൻ എന്നുള്ള എൻ്റെ ചങ്ങായിയാണ്. അപ്പോൾ നിങ്ങളൊന്നും പോയി ചെക്കൗട്ട് ചെയ്യുക. ഇനി ബിജമിട്ട് അപ്പൊ ഫസ്റ്റത്തെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഹിന്ദിയാണെന്ന് തോന്നുന്നു ഗൈസ്. നിങ്ങൾക്ക് കാണാൻ ഈ സൈഡിൽ കാണാൻ കഴിയില്ലേ? അളിയാ വാടാ, അളിയനെ ആരടാ എന്റെ അളിയൻ? അയ്യോ വാടാ, ഉള്ളി വാടാന്നെല്ലാം കേട്ടിട്ടുണ്ട്. അളിയാ വാടാ. സമയത്തോടെ പിന്നെ വരാം. നാട് കാണാൻ വരുന്നവൻ നാടിനെ പറ്റി അറിയും. അപ്പൊ ആ ഫോട്ടോ അങ്ങനെ ഒരു മലയാളത്തിലെ നമ്മൾ പ്രയോഗിക്കുന്നൊരു ശൈലിയാണല്ലോ, അളിയാ വാട. സമയമില്ല, പിന്നെ വരാം. അപ്പോ നെക്സ്റ്റ് ഫോട്ടോ അമ്മായിയപ്പൻ. ഇതേ അമ്മായിയപ്പൻ അല്ലേ? അങ്ങനല്ലേ കേസ്? നോക്കിയോ, എന്റെ വാച്ച് തെറ്റിയോന്ന് അറിയില്ല. ഒരു അമ്മായിയമ്മ എവിടെ? ഇത് കണ്ടിട്ട് കന്നഡയാന്ന് തോന്നുന്നു, കർണാടകയിലെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അമ്മായിയപ്പൻ. അവിടെ ഈ അമ്മായിയമ്മ പോര് അങ്ങനെ ഉണ്ടാവാറില്ലെന്ന് തോന്നുന്നു. അമ്മായിയപ്പൻ മരുമോൻ പോരായിരിക്കും പല ജാതി പേരുകളാണ് കേസ്. നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ പല ജാതി പേരുകളുണ്ട്. ഞാൻ പറയണ്ടല്ലോ, അത് പറഞ്ഞാൽ പിന്നെ ഒക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇത് ഇംഗ്ലണ്ടിലാന്ന് തോന്നുന്നു. ഈ ഫോട്ടോ ഹഹ റോഡ്, ഹിറ്റി റോഡ്, യു കെത്തെ ഇതാണ് ഹഹ റോഡ്. ചിരിച്ചതിനും റോഡ്, അടിപൊളി. അപ്പൊ നെക്സ്റ്റ് ഫോട്ടോ ശരിയല്ല, അത് ശരിയെന്നല്ലേ? ഞാൻ അല്ല വായിച്ചു തെറ്റിയതോ? വെള്ളമടി. അവരെ ലാംഗ്വേജിൽ അത് വേറൊരു അർത്ഥമായിരിക്കും, വേറെ നല്ല അർത്ഥമായിരിക്കും. പക്ഷെ നമ്മുടെ മലയാളം വേർഡിൽ അങ്ങനെയാണല്ലോ, പലതും തെറിയാണല്ലോ. അപ്പൊ കേരളത്തിലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ തന്നെ അങ്ങനെ പല ജാതി പേരുകളുണ്ടെന്ന്. അതാണ് നെക്സ്റ്റ്. മാന്തുക. ഇതന്നല്ലേ ഈ മാന്തല് എന്ന് പറയുന്നത്. ചൊറിയല് എന്ന് ചില സ്ഥലത്ത് വരും, ചൊറിയല് അങ്ങനെ വേറെ അർത്ഥം ഉണ്ടോന്ന് അറിയില്ല. മാന്തുക അതെ, മാന്തുക തന്നെയാണ്. ഇരുന്ന് മാന്തിക്കോ, കുത്തിയിരുന്ന് മാന്തിക്കോ, അതാണല്ലേ. ആ നാട്ടിലേക്ക് പോകുമ്പോ ആരെങ്കിലും മാന്തണം എന്നാണോ ഉദ്ദേശമോ അറിയില്ല. സ്ഥലത്തിന്റെ പേരിനല്ല പച്ച ബോർഡിൽ എഴുതല് അല്ലേ? അതെ, മാന്തുക എന്നാണ് അതിലില്ല. ഞാൻ ഇപ്പൊ കുറച്ച് നേരെ തോന്നുന്നു ഞാൻ ക്യാമറയിലേക്ക് ഡയറക്റ്റ് നോക്കുന്നില്ല എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് അതിന്റെ ഒരു ഇതാണ്. ഇനിയിപ്പോ നമുക്ക് അറബ് നാട്ടിലേക്ക് പോകാം. നമ്മൾ ഈ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള പേരാണ്, അറബിയിൽ നല്ല ഉസാർ പേരായിരിക്കും. നമുക്ക് നോക്കാം, പോയോക്കാം. അറാദ എന്ന് പറയുന്ന ഒരു അറബി പദമാണ്. പക്ഷെ അതിന്റെ അടിയിൽ ചിലപ്പം പെട്ടെന്ന് വായിക്കുമ്പോ നമുക്ക് ആരാടാ എന്നായിരിക്കും തോന്നുക. കേട്ടിരിക്കുന്ന മക്കയിലൊരു സ്ഥലമാണ് അറാദ. പക്ഷെ ഇംഗ്ലീഷിലാടെ എഴുതുമ്പോ ARDA. അപ്പോ ആരാടാന്നല്ലോ സ്വാഭാവികം. ഞാനാടാ. ടെക്ടോക്ക് വ്ലോഗ്സിൽ നിന്നും ഇസ്ഹാക്ക്. നെക്സ്റ്റ്. അപ്പൊ നമ്മൾ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലേക്ക് പോകാം. ഇന്ത്യയിലെ തമിഴ്നാട്ടിലേക്ക് പോകാം. തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിന്റെ പേര് മറന്നില്ലടി. നേരത്തെ 2-3 വീഡിയോ ഉണ്ടായിരുന്നേ.
ആ നേരത്തെ ഒരു എന്തൊരു വെള്ളമടിയാണ്, വെള്ളമടിയല്ല വേറൊന്നും ഉണ്ടായി ഉണ്ടായിട്ടേ. അമ്മായിയപ്പൻ നമ്മ ഒരിക്കലും മറക്കില്ല. ഓന് ചോദിക്കുന്നുണ്ട് മറന്നോടേ, മറന്നില്ലടേ, മറന്നില്ല. എങ്ങനെ മറക്കാനാ, നമ്മളെ അമ്മായിയമ്മനെ ഒറ്റക്കാക്കിയില്ലല്ലോ ഇവിടെ. അപ്പൊ നെക്സ്റ്റ് ടൈം അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ഇതൊരു സ്ഥലത്തിന്റെ പേരാണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആണോ? പൈൽസ്, അതായത് അതന്നല്ലേ ഇത്? എന്ത് കഷ്ടം നോക്കണം. അപ്പൊ നെക്സ്റ്റ് നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം സ്ഥലപ്പേരാണ് കേസ്. ഇതിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ആരെങ്കിലും എടാ അതിന്റെ സ്ഥലം മൊത്തി കെട്ടിക്കൊള്ളൂല്ലേ കേസ്. കൊള്ളണതല്ലേ? പക്ഷെ ആ നാട്ടിന്റെ പേരിപ്പോ ഷേണി എന്നാക്കിയിട്ടുണ്ടായി. അതായത് ഈ പേര് മലയാളത്തിൽ ഇങ്ങനെയുള്ള അർത്ഥം ഉണ്ടായതുകൊണ്ട് കാസർഗോഡിനടുത്തുള്ള ഒരു ജില്ല അങ്ങനെന്തോ ആണ്. എന്റെ ഒരു ചെറിയൊരു അറിവില് അങ്ങനെയാണ്. പല ജാതി പേരുകളാണ്. ഈ ടെക്ടോക്ക് ബ്ലോഗ്സ് തന്നെ ഞാൻ ഉണ്ടാക്കപ്പെട്ട പാട്. അപ്പൊ ഉണ്ടാക്കി നോക്കുമ്പോ അതുപോലത്തെ വേറെ കുറെ ചാനൽ കുറവാന്ന് തോന്നല്ലേ? കുറവാണ്. ടെക്ടോക്ക് ബ്ലോഗ്സ്, ടെക്ടോക്സ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ടെക്ടോക്ക് ബ്ലോഗ്സ് 2-3 ഉള്ളൂന്ന് തോന്നുന്നു. അതുപോലെ പേര് കിട്ടായിട്ട് ഇങ്ങനെ ഈ പേര് കുറെ ആളിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഈ പേര് കൊടുക്കുക അന്നേരം ഒറ്റ പറയുമ്പോ കറക്റ്റ് പേര് അതൊക്കെ പണ്ടെങ്കിൽ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ വല്ലത് കണ്ടന്റ്സും മറ്റും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ അമർത്തുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.